ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങളിൽ ദാവീദ് മീഖളിനോട് യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതെ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ദാവീദ് തൻ്റെ ഭാര്യയായ മീഖളിനോട് പറയുകയാണ്, നിന്റെ അപ്പനെയും അപ്പൻ്റെ കുടുംബത്തിൽ നിന്നും ആരെയും തിരഞ്ഞെടുക്കാതെ എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യും. ഇത് പറയാനുള്ള കാരണം, പെട്ടകത്തിൻ്റെ മുമ്പിൽ രാജവസ്ത്രം നീക്കി പഞ്ഞി വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുന്ന ദാവീദിനെ നിന്ദിക്കുന്ന മീഖളിനെ കുറിച്ച് തൊട്ടു മുകളിൽ പറയുന്നുണ്ട്. ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. വീട്ടിൽ വരുമ്പോൾ മീഖള് ദാവീദിനോടടുത്ത് പറയുന്ന കാര്യമാണ്, നീ എന്തിന് ഇങ്ങനെ നൃത്തം ചെയ്തു, എന്തിന് രാജവസ്ത്രം ഊരിവെച്ചു? ഇങ്ങനെ ചോദിച്ച മീഖളിൻ്റെ മുമ്പിൽ ദാവീദ് പറഞ്ഞ ഭാഗമാണ് പ്രിയരെ നമ്മൾ വായിച്ചത്. ദാവീദിന് പറയാൻ ഒന്നുണ്ട്, എന്തുകൊണ്ട് നൃത്തം ചെയ്തു എന്ന് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, എൻ്റെ അപ്പൻ്റെ 8 മക്കളിൽ ഒരുവനായ ഞാൻ ആർക്കും വേണ്ടാതെ ഒരു കാലഘട്ടത്തിൽ കാട്ടിനകത്തായിരുന്നു. അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്ന് അർഹതയുള്ള നിൻ്റെ അപ്പനും അപ്പൻ്റെ ഗൃഹവും ഒക്കെ നിൽക്കുമ്പോൾ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഒത്തിരി പേരുടെ ആരാധന നിന്നുപോയി, ആരാധന നിലച്ചു, ആരാധിക്കാനുള്ള താല്പര്യമില്ലാതെയായി. കാരണം എന്തെന്നറിയാമോ? പഴയ ആ കാട്ടിനകത്ത് കിടന്ന സാഹചര്യങ്ങൾ മറന്നുപോയി, പഴയ അവസ്ഥകളൊക്കെ മറന്നുപോയി, ദൈവം നടത്തിയ വിധങ്ങളൊക്കെ മറന്നുപോയി. ഇന്ന് അവരുടെ സ്ഥിതിഗതികൾ, അവരുടെ അവസ്ഥകൾ, അവരുടെ സാഹചര്യങ്ങൾ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ അവർക്ക് കുറച്ചിലാണ്. പ്രിയരെ, എത്ര ഉയർന്ന നിലയിലും ഒരു രാജ്യത്തിൻ്റെ രാജാവായിരിക്കുമ്പോഴും എത്ര ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴും ആ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഭക്തനായ ദാവീദ് നൃത്തം ചെയ്തതുപോലെ ദൈവം നമ്മളെ വെടിവിച്ചതും ദൈവം നമ്മെ കൊണ്ടുവന്നതും ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചെന്ന് മനസ്സിലാക്കിയാൽ ഒരു നിമിഷം പോലും കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ മനസ്സിനകത്ത് തീരുമാനമെടുക്കത്തക്ക നിലയിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തെ, ഇന്ന് നടത്തുന്ന ദൈവത്തെ നാളെയും നടത്തുവാൻ ശക്തനെന്നറിഞ്ഞ് ആ കർത്താവിനെ ആരാധിച്ച് ആ കർത്താവിൻ്റെ വചനമനുസരിച്ച് ആ കർത്താവിൻ്റെ വഴിയിൽ നടക്കാൻ ഒത്തിരി മീഖളമാർ എഴുന്നേൽക്കും, ഒത്തിരി പേര് വിരോധമായിട്ട് എഴുന്നേൽക്കും. എന്നാൽ അതെല്ലാം ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞ് അറിഞ്ഞ സത്യത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.